ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡെയിലി ഡയറീസ്. അപ്പോൾ ഇന്ന് പെട്ടെന്നൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടെന്നല്ല, നാളെ എൻ്റെ ഒരു കസിൻ്റെ മാരേജാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു ടെമ്പിൾ ഷൂട്ട് ഉണ്ട്. പെട്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ചിലവിടെ കിട്ടി നമ്മുടെ ട്രഡീഷണൽ ലുക്കിൽ എങ്ങനെ ഒരു മേക്കപ്പ് ചെയ്യാന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. സിമ്പിളായിട്ടാണ് കേട്ടോ. പെട്ടെന്ന് ഇന്ന് 4:30ക്കാണ് ടെമ്പിൾ ഷൂട്ട്. എല്ലാം കെട്ടിയുമ്പോൾ 3:45 കഴിഞ്ഞു കേട്ടോ. അരമണിക്കൂറുണ്ട്. അരമണിക്കൂറിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ അതുകൂടിയായി എന്തായാലും ഒരു വ്ളോഗ് എടുക്കണമെന്നുണ്ട് ടെമ്പിൾ ഷൂട്ടിൻ്റെത്. ടെമ്പിൾ ഷൂട്ടിൻ്റെ എടുക്കും വേറെ. അതല്ലാണ്ട് ഒരു ട്രഡീഷണൽ ലുക്കിൽ ഞാൻ ഇതുവരെ ചെയ്തില്ല. അപ്പോൾ ട്രഡീഷണൽ ലുക്കിൽ നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ഒരുങ്ങാം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം കൂടി പെട്ടെന്നാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. ക്ലെൻസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ മിനിമലിസ്റ്റിൻ്റെ ടോണറായിട്ടോ അങ്ങനെ ടോണർ അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മുടെ എന്ത് മേക്കപ്പ് ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം നമ്മുടെ സ്കിന്നെ നന്നായിട്ട് കെയർ ചെയ്യാൻ നോക്കാം കേട്ടോ. സ്കിൻ കെയർ റൂട്ടീൻ ചെയ്ത ശേഷം മാത്രമാണ് മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ടോണർ അപ്ലൈ ചെയ്ത ശേഷം ഞാൻ എൻ്റെ സെറാണ്, ഞാൻ ഡേംഡോക്കിൻ്റെ ഫേസ് സെറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെറം നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് ചെയ്ത് നോക്കാം. നമ്മളെപ്പോഴും ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഒരു 2 or 5 minutes വെയിറ്റ് ചെയ്ത ശേഷം മാത്രം മറ്റൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഞാൻ മിറർ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് 2 minutes അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഓക്കെ, ഇനി അടുത്തത് മോയ്സ്ചറൈസിങ് ലോഷനാണ്. ഞാൻ ഡോക്ടർ ഷെഫിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷനാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിന്നിന് സൂട്ടായത് നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഓക്കെ. അപ്പം നെക്സ്റ്റ് നമ്മുടെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും 2 finger അപ്ലൈ ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇപ്പോൾ ഈവനിങ് ആയതുകൊണ്ട് തന്നെ വെയിൽ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും നല്ല പകലൊക്കെ പോകുമ്പോഴാണ് നിങ്ങൾ നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കുക കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ അധികം ലെയർ ഇങ്ങനെ ലെയർഡായിട്ട് ഇടണം. അധികം നമ്മളിങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണ്ട. കാരണം അത് കോട്ടിംഗ് ആയിട്ട് അവിടെ നിൽക്കണം, നമ്മുടെ സ്കിന്നിൽ നിൽക്കണം. ഒരു ലെയറായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാം. സ്കിൻ കെയർ റൂട്ടീനൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വേറെ അധികം ഒന്നും യൂസ് ചെയ്തില്ല. ഞാൻ യൂസ് ചെയ്തത് ഫേസ് ക്ലെൻസ് ഉടനെ ടോണർ യൂസ് ചെയ്തു. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ഫേസ് സെറം യൂസ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ മോയ്സ്ചറൈസിങ് ലോഷൻ യൂസ് ചെയ്തു. പിന്നെ സൺസ്ക്രീൻ. ഓക്കെ, ഇത്രയും ഇട്ട ശേഷം നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ മേക്കപ്പ് എന്ന് പറയുന്നത് ഞാൻ വലിയ അധികം ഒന്നും യൂസ് ചെയ്യാറില്ല. എൻ്റെ കയ്യിൽ ഒരു നിന്ന മേക്കപ്പ് സെറ്റിൽ എൻ്റെ കാര്യങ്ങൾ സിമ്പിളായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അധികം പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ ട്രഡീഷണൽ ലുക്കിൽ എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ കയ്യിൽ എല്ലാ വീഡിയോയിലും വൈറലായിക്കൊണ്ടിരിക്കുന്ന NY Bade 3-in-1 സെറം. അപ്പോൾ ഇത് നമുക്ക് പ്രൈമറാണ്. ശരിക്കും നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ കെയർ റൂട്ടീൻസ് ഒക്കെ കഴിഞ്ഞ ഉടനെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ പ്രൈമറാണ്. പ്രൈമറിന് പകരം ഇതിപ്പോൾ 3-in-1 ആണ്. 3-in-1 മീൻസ് ഓക്കെ, 3 കാര്യങ്ങൾ ഒന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. അതായത് പ്രൈമർ, ഫൗണ്ടേഷൻ, സെറം, ഈ 3 കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് നമ്മുടെ സെറം യൂസ് ചെയ്യാം. കുറേ നാളായി യൂസ് ചെയ്യുന്നത്. പുതിയ ആണ്. ഇതിപ്പോൾ ഞാൻ ഏതിൽ നോക്കുമ്പോൾ ഇതിപ്പം നമ്മൾ ഫ്ലിപ്കാർട്ടിലൊന്നും ഇത് അവൈലബിൾ അല്ല കേട്ടോ. ആമസോൺ, ഫ്ലിപ്കാർട്ട് ഓൺലി പർപ്പിളിൽ മാത്രമാണ് ഇതിപ്പോൾ അവൈലബിൾ. അതിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. അധികം നോക്കുമ്പോൾ സ്റ്റോക്ക് ഔട്ടാണ് കേട്ടോ സാധനം. കാരണം ഇപ്പോൾ ആൾക്കാർ ട്രെൻഡിങ് ആയിട്ട് ഫൗണ്ടേഷൻ ഇതാണ് തോന്നുന്നു വാങ്ങുന്നത്, 3-in-1 സെറം. ഞാൻ അധികം ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. കുറച്ച് ജസ്റ്റ് ഇതിട്ടാൽ കുറച്ച് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല ഒരു ഇത് ഫീൽ ചെയ്യും കേട്ടോ. കുറച്ച് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു എന്തൊക്കെയോ ഫേസിന് ഇട്ട ഒരു ബ്രൈറ്റ്നിങ് ഫീൽ ചെയ്യും. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, നീ എന്തുകൊണ്ട് ഫൗണ്ടേഷൻ ഇട്ട ശേഷം കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുന്നില്ല എന്ന്. ഞാൻ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്തതിന് ഒന്നാമത്തെ കാരണം എനിക്ക് ഈ നമ്മൾ ഈ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനൊരു ഗ്ലോ ഉണ്ടാവും, ഷൈനിങ് ലുക്ക്. അപ്പം ഇതെന്ന് പറയുമ്പോൾ ഇത് കണ്ട ഒരു
ഒരു ഓയിലി അല്ലെങ്കിൽ ഷൈനി, എനിക്ക് ആ ഒരു ലുക്ക് ഇഷ്ടമാട്ടോ. അപ്പോൾ കുറേ പേര് ഓയിലി ആണ്, സ്കിൻ ഓയിലി ആകുന്നതുകൊണ്ട് നമ്മൾ പൗഡർ, കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുന്ന പറയുന്നിട്ടുണ്ട്. പക്ഷേ എനിക്കത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ കോമ്പാക്ട് പൗഡർ അധികം യൂസ് ചെയ്യാത്തത്. ഓക്കെ, ഇനി എടുത്തത് നമ്മുടെ NYBയുടെ തന്നെ പ്രോ സ്ട്രോക്ക് ക്രീം. എൻ്റെ ഇപ്പോഴത്തെ സ്ഥിരം മേക്കപ്പിൻ്റെ ലുക്കിലും ഞാൻ യൂസ് ചെയ്യുന്ന 2 സാധനം, ഒന്ന് നമ്മുടെ സെറവും ഈ ഒരു പ്രോ സ്ട്രോക്ക് ക്രീമാണ്. അത്യാവശ്യം മീൻസ് ഞാനൊരു ഫങ്ഷന് പോകുമ്പോൾ ഓക്കെ, ഇതൊന്ന് ഗ്ലോ ആയിട്ടോ അല്ലെങ്കിൽ ഒന്ന് ഷൈൻ ചെയ്ത് സത്യം പറയട്ടെ, ഇവിടെ ക്യാമറ ഓൺ ചെയ്തിട്ട് എനിക്ക് എൻ്റെ മിറർ നോക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇതിലേക്ക് തന്നെ എൻ്റെ ശ്രദ്ധ പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ആയിട്ട് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത്. ഒന്നും തോന്നരുത്, ഞാൻ ചിലപ്പോൾ ഇങ്ങനെയാണ് ഇടയ്ക്കും കൊണ്ടും. അയ്യോ, സത്യം പറഞ്ഞാൽ ഫാൻ ഓണാക്കിയതിന് കാരണം ഞാൻ എൻ്റെ മൈക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, ലേറ്റാണ് സാധനം. അപ്പോൾ ഇതുവരെ ഞാൻ ഇതിലാണ് ഇപ്പം എൻ്റെ വോയിസ് ഇതിൽ ഫാനിൻ്റെ സൗണ്ടിൽ കേൾക്കാതിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫാൻ ഇടാണ്ടിരിക്കുന്നു. ചൂടെടുത്ത് ചാവുന്നുണ്ട് സത്യം പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇത്ര മാത്രം. ഇനി നമുക്ക് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാനങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം ഐഷാഡോ പാലറ്റ് വാങ്ങി. ഒരു മിനിറ്റ്, ഗതികേട് കൊണ്ട് ഫാൻ ഇട്ടു കൈ. സത്യം പറഞ്ഞാൽ നല്ല ചൂടാണ്. അപ്പോൾ ഞാൻ സൗണ്ട് കുറച്ചുകൂടി ഒച്ചത്തിൽ സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഐഷാഡോ പാലറ്റ്, ഇത് മാർസിൻ്റെ ഐഷാഡോ പാലറ്റാണ് കേട്ടോ. അതിൻ്റെ ഒരു കുഞ്ഞു ബ്രഷ് വേറെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ തൽക്കാലത്തേക്ക് ഇന്നത്തേക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രഷ് എടുത്താണ്. അപ്പോൾ ഇതിലേതെടുക്കണം? എനിക്ക് തോന്നുന്നു ഒരു ഓറഞ്ച്, ഒരു ഗ്ലോയിങ്, ഈ ഒരു എടുക്കാൻ തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഐഷാഡോ എടുത്ത ശേഷം എക്സസ് ആയത് തട്ടി കൊടുക്കാം. ഓക്കെ, ഞാൻ ഇതിലിട്ടിട്ട് നോക്കട്ടോ. നമ്മൾ നമ്മുടെ സർക്കുലർ മോഷനിൽ നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇന്നർ പോർഷനിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മളത് പുറത്തേക്ക് ഇങ്ങനെ എന്താ പറയുക കുറച്ച് കളയാട്ടോ. നമ്മളധികം ഇന്നർ പോർഷനിലധികം വെക്കണ്ട, പുറത്തേക്കാണ് നമ്മളധികം വെക്കേണ്ടത്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഞാൻ അധികം യൂസ് ചെയ്യുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ചാണ് കേട്ടോ ഇഷ്ടം, അധികം യൂസ് ചെയ്യുന്നതിനോട് വലിയ ഇഷ്ടമില്ല. ഈ ഒരു റാ പോലെയുള്ളതിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. സർക്കുലർ മോഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം രണ്ടും ഒന്ന് നോക്കാം, ഏതിലെങ്കിലും ഒന്ന് അധികമാണോ ഏതെങ്കിലും ഒന്ന് കുറവാണോ നോക്കാം. അതുകൂടെ ഒന്ന് കറക്റ്റ് ചെയ്യാം. ഓക്കെ, ഏകദേശം ഓക്കെ ആണെന്ന് തോന്നുന്നു. ഇതിന് താഴെയും കൊടുക്കണം, പക്ഷേ ഇത് നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. നമുക്ക് ഐ മേക്കപ്പിൽ ഐലൈനർ നോക്കാം. ഐലൈനർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മിഡ് നൈറ്റിൻ്റെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള കാജൽ. ഓക്കെ,
പിന്നെ നമ്മൾ ലിപ്സ്റ്റിക്കാണ് ഞാനിവിടെ മേബിലിൻ്റെ സെൻസേഷൻ ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇനി ഞാനൊരു പൊട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ട്രഡീഷണൽ ആയതുകൊണ്ട് കുറച്ച് വലിയൊരു പൊട്ട് തന്നെ വെക്കാൻ തോന്നുന്നു. എങ്ങനെ ഉണ്ടെന്ന് പറയണം. ഞാൻ ഇത്ര വലുതൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഡാൻസിന് അതൊന്നും ഞാൻ ഇങ്ങനെ യൂസ് ചെയ്തത്. ഇത് ഞാൻ ഓൾറെഡി എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. ഇതിന് ഭംഗിയുണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ ഞാനത് പിന്നെ നിറച്ച് ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് ഈ പൊട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ ഇനി നമുക്ക് സിന്ദൂരം തൊട്ട് കൊടുക്കണം. അതുപോലെ നിങ്ങൾക്ക് ലിപ്സ്റ്റിക്ക് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ബ്ലഷ് ഉണ്ടെങ്കിൽ ബ്ലഷ് കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്ലഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ബ്ലഷ് ഒന്നും ചെയ്ത് കൊടുത്തിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ബ്ലഷ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലോ തിരക്കിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഐഷാഡോ ഒന്ന് താഴെയും കൂടെ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. സെയിം നമ്മൾ എടുത്ത് തന്നെ എടുക്കണമെന്നില്ല, പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് നമ്മുടെ താഴെ ഒന്ന് ഒരു ഇതിന് വേണ്ടിയിട്ട് മാർക്കിംഗ് ലൈൻ പോലെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ ലുക്ക് ഫൈനലായിട്ടുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ എക്സസ് ആയിട്ട് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് വലിച്ചെടുക്കട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ശരിക്കും എനിക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഹെഡ്. അപ്പം ഞാൻ മുടി ജസ്റ്റ് സ്ട്രെയിറ്റ്നർ കൊണ്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇതൊക്കെ പോയി ഞാൻ രാവിലെ ചെയ്ത് വെച്ചതാണ് ടൈമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഒന്ന് അതുകൂടെ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കാം, പെട്ടെന്ന് തന്നെ ടച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, കുറച്ച് വേർത്ത് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇപ്പം ഞാൻ കറക്റ്റ് ടൈം പറയാം. ഇപ്പോൾ കറക്റ്റ് 4:30 അരമണിക്കൂർ കൊണ്ട് നമ്മളെല്ലാം ചെയ്ത് സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ഇതിൽ ലാസ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.